ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുള്ളത് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മദീനയിലുള്ള മസ്ജിദുൽ ഖിബ്ലത്തൈൻ, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ മസ്ജിദിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ 5 മിനിറ്റ് യാത്ര ചെയ്തതിന് ശേഷം മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്ക് എൻട്രൻസിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഇവിടെ ഇപ്പം പുതിയതായിട്ട് ആൾക്കാർക്ക് നടക്കാനും ആൾക്കാർ ഉംറ ചെയ്യുന്നവർക്കൊക്കെ സന്ദർശകർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിലൂടെ കയറി നമ്മൾക്ക് ആ ഒരു സൈഡ് മാത്രമാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടുണ്ട്. അപ്പം ഇത് മുൻപ് അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൻ്റെയും ഇതുപോലെ നമ്മുടെ മുസ്ലിം കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പം ഇതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ നമ്മൾക്ക് വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നോക്കി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറി അതിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അതിമനോഹരമായ മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ സന്ദർശകരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. കയറി വരുമ്പം തന്നെ ഇവിടെ ഈത്തപ്പഴം വിൽക്കുന്നത് കാണാം. ഞാൻ ആ ഒരാളോട് ഈത്തപ്പഴത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. പള്ളിൻ്റെ അടിഭാഗമാണ് ഇവിടെ. ഇപ്പം ഇവിടെ ഉളെടുക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഉളൊക്കെ എടുത്ത് നേരെ മുകളിലേക്ക് സ്റ്റെപ്പുകളായി കയറി ചെല്ലാൻ ഉള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ നേരെ മുകളിലോട്ട് കയറി ചെന്ന ഉടനെ ഇവിടെ കുറേ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് പള്ളീൻ്റെ മിനാരവും പള്ളിയുടെ കാഴ്ചകളാണ്. അപ്പം ഇതിലെ നമുക്ക് കയറി കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള പള്ളീൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പള്ളീൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഈ കയറുന്ന ഈ എൻട്രൻസിലായിരുന്നു മുൻപ് കിബില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് പള്ളിയുടെ ഉൾഭാഗത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പം ഈ ഒരു പള്ളിയിൽ എങ്ങനെയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേര് വരാൻ കാരണം? മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേര് വരാൻ കാരണം അതായത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഒരു വക്തിൽ ഒരു നിസ്കാരത്തിൽ 2 കിബില ഉണ്ടായ കാരണത്താലാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേര് വരാൻ കാരണം. അതായത്
ഒരു സുബഹി നിസ്കാരാനന്തരം ആയിരുന്നു കിബില മാറ്റമുണ്ടായത്. മുൻപ് നമ്മുടെ കിബില മസ്ജിദുൽ അക്സ, ഫലസ്തീനിലെ അക്സയായിരുന്നു. ഇപ്പോൾ അത് മാറി മസ്ജിദുൽ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന കഅബ ഷരീഫായിരുന്നു. എൻ്റെ പിന്നിലായി നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ മസ്ജിദുൽ കിബിലത്തൈനിലെ കിബിലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാണുന്നതായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന മസ്ജിദുൽ അക്സയിലേക്കുള്ള കിബില. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മസ്ജിദുൽ കിബിലത്തൈൻ എന്ന പേര് വന്നത്. അപ്പം ഞാൻ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന യാത്രക്കാർക്കും അതേപോലെ ഇവിടെ അതിമനോഹരമായിട്ടുള്ള വിശ്രമത്തിനുള്ള സ്ഥലങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുവഴിയായിരുന്നു നമ്മൾ പുറത്തേക്ക് പോകേണ്ടി പോയി. അപ്പോൾ ഒരു കാഴ്ച കൊണ്ട് ഒരാൾ ഇവിടെ പെയിൻ്റ് അടിക്കുന്നതായിട്ട് കണ്ടു. ഇൻഷാ അല്ലാഹ് അയാൾക്ക് ആഫിയത്തും ബർക്കത്തൊക്കെ പഠിച്ചാൽ കൊടുക്കട്ടെ. ഇവിടെ ഇപ്പോൾ പുതുക്കി പണിത ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു വർഷമായി ഇപ്പോൾ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുള്ളത്. ഇപ്പോൾ ഇതുവഴിയാണ് നമുക്ക് താഴോട്ട് പോകേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇതാണ് അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് മസ്ജിദ് കിബിലത്തൈൻ. 1987 ഫഹദ് രാജാവ് ഈ ഒരു പള്ളി പൊളിക്കുകയും പിന്നീട് അത് പുതുക്കി പണിഞ്ഞ് ഈ ഒരു കാണുന്ന രീതിയിലുള്ള പള്ളി പണിയുകയും ചെയ്യുകയായിരുന്നു. ഇതായിരുന്നു മസ്ജിദുൽ കിബിലത്തൈൻ. അതിമനോഹരമായിട്ട് മദീനയിലുള്ള ഒരു പള്ളിയാണ്. വരുന്നവരൊക്കെ ഈ ഒരു പള്ളിയിൽ വന്ന് സന്ദർശിക്കണം, കാണണമെന്ന് തൗഫീക്ക് നൽകുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മദീനയിലത്തെ മസ്ജിദുൽ കിബിലത്തൈനിലാണ്. അപ്പോൾ കിബിലത്തൈനിലെ ഒരുവിധം പറ്റുന്ന രീതിയിലുള്ള നൈറ്റിലെ വിഷ്വലൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പകൽ വന്ന് ഇതിൻ്റെ ഫുള്ള് വീഡിയോസും കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെടുക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മദീനയിലെ അടിപൊളി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.